ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും ഞാൻ ഒരു അപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നും സിമ്പിളായിട്ടുള്ള അപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ അതുപോലെ തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പോ ഒന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പച്ചരിക്ക് 1/2 ടീസ്പൂൺ ഉലുവയും അതിൻ്റെ കൂടെ തന്നെ ചേർത്തിട്ട് കുതിർത്ത് ഒരു 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഈ കാണുന്നത്. പച്ചരി അരക്കുന്നതിന് 5 മിനിറ്റ് മുമ്പേ നമുക്ക് വെളുത്ത അവിൽ വേണം. വെളുത്ത അവിൽ 5 മിനിറ്റ് മുമ്പേ കുതിർത്ത് വെക്കണം. അത് കുതിരാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അരഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങയാണ്. അവിൽ ഇല്ലാത്തവർക്ക് അതുപോലെ തന്നെ ചോറെടുക്കാം. അരക്കപ്പാണ് ഞാനിവിടെ അവിലെടുത്തത്. ആ അരക്കപ്പ് അളവിൽ തന്നെ ചോറെടുക്കാനായിട്ട് നോക്കുക. കുതിർത്ത് വെച്ചിട്ട് ഇത് മൂന്നും എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് അരക്കുന്നത്. അവിൽ, അതുപോലെ തേങ്ങ, പിന്നെ പച്ചരി എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. രാത്രിയാണ് അരച്ചെടുക്കുന്നത്. ഒരു 8 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അവിൽ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലെല്ലാം ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിതിൽ രാവിലെയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇതാ മോർണിംഗിൽ കാണുന്ന സീനാണിത്. ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നല്ല പോലെ ഇതൊന്നും ഇങ്ങനെ ഫ്ലഫി ആയിട്ടൊന്നും പതഞ്ഞു വരില്ല, പക്ഷെ അപ്പം അടിപൊളിയായിട്ട് കിട്ടും. ഞാൻ ചൂടായ തവയിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഡോട്ട്സ് വന്നാൽ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക. പിന്നെ കുറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാ അപ്പവും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുക. നമുക്ക് റെസ്റ്റ് ചെയ്യാനാണ് വേണ്ടത്. 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. റെസ്റ്റിംഗ് ടൈം കുറഞ്ഞു പോകാൻ പാടില്ല. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണ ചെയ്യുമ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് അപ്പം കിട്ടാനായിട്ട് നമുക്കിതാ തേങ്ങ ചേർത്തുകൊണ്ടും നമുക്ക് അടിപൊളി അപ്പം ചുട്ടെടുക്കാം. രാത്രി അരി അരച്ച് വെക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എളുപ്പത്തിലായിട്ട് രാവിലെ നമുക്ക് ഇത് ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഈ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.